വെള്ളമില്ലാത്ത ഈ 1-ാം വാർഡില് പാലന്തൊടി ഭാഗത്ത് തീരേലും വെള്ളമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വെള്ളം വേണം, കുടിവെള്ളം കൊണ്ടുവരണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോയിട്ട് ചോദിച്ചു വന്നു. അപ്പൊ ഞങ്ങളോട് വെള്ളം തരാതിട്ട് വന്നു. വെള്ളം തന്നിട്ട് ഓര് ചോദിച്ചു ദേശം ഇങ്ങനെ ഭാഗത്തേക്ക് ഓടി. ഇപ്പോഴും ഇങ്ങനത്തെ ഞാൻ ഒരു കാട്ടുന്നത് വെള്ളം തരാൻ ചോദിച്ചു. ഞങ്ങൾ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഏരിയ. ഇവിടെ 19ഓളം കുടുംബങ്ങളുണ്ട്. ഈ വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഞങ്ങളുടെ ഏരിയയിലുള്ള 99% ആളുകൾക്ക്. ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മണ്ണൊക്കെയുള്ള ജലസ്രോതസ്സുള്ള സ്ഥലത്ത് പൈപ്പ് ലൈൻ വരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗം ഫുള്ള് പാറയാണ്. അങ്ങനത്തെ സ്ഥലത്ത് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതായത് അപ്പൊ നമുക്കൊക്കെ മനസ്സിലാകുന്ന സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫണ്ട് എളുപ്പമുള്ള സ്ഥലത്ത് ആക്കിയിട്ട് ബാക്കിയുള്ള ഫണ്ട് വരെ ഇല്ലെന്നുള്ളതാണ് നമുക്ക് സംശയം ദേശം പോലും ഇല്ലാതെ പറയാൻ പറ്റും. വോട്ട് ചോദിക്കാൻ മാത്രമാണ് ഇവിടെ എല്ലാരും വരുന്നുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പാട്ടിലും പോവും. അത്രേ ഉള്ളൂ. വെള്ളം വേണം ഞങ്ങൾക്ക് നിർബന്ധമായിട്ട്. പാലന്തൊടി പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിന്റെ ഒരു പ്രധാന ഭാഗമാണ്. 1-ാം വാർഡിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ ഭാഗത്ത് 2 സൈഡായിട്ടാണ് ഈ പാലന്തൊടി ഈ 1-ാം വാർഡിൽ നിലനിൽക്കുന്നത്. ഒരു ഭാഗം വെള്ളത്തിന് പ്രശ്നമാണെങ്കിൽ ഒരു ഭാഗത്ത് വെള്ളം കൊണ്ട് പ്രശ്നം വരുന്ന, മഴക്കാലമായാൽ വെള്ളം കൊണ്ട് പ്രശ്നം വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇപ്പൊ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി വന്ന സമയം ഇവിടെ വെള്ളത്തിന് പ്രശ്നമുള്ള ഒരു ഏരിയയിൽ വെള്ളത്തിന് പൈപ്പ് ലൈൻ നടത്താതെ വെള്ളം അധികമുള്ള ഏരിയയിൽ പൈപ്പ് ലൈൻ നടത്തി ഒരു ആവശ്യമില്ലാത്ത ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മാറ്റി നിർത്തി നമ്മൾ നാടിന്റെ നന്മയും വികസനവും കണ്ടുകൊണ്ട് നാടിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. സർക്കാരിന്റെ ഫണ്ട് വെറുതെ നഷ്ടപ്പെടുത്താതെ നാടിന്റെ നന്മക്കും നാടിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതിന് ഒന്ന് മെയിനായിട്ട് പറയാനുള്ളത് ഈ കുടിവെള്ള പദ്ധതി തന്നെ.